ആരുടെയെങ്കിലും ഒരു കണ്ണുനീര്, ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണാ ഈ കണ്ണുനീര് അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവേ ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ ഈ കണ്ണുനീര് നാളെ പരലോകത്ത് കടന്നു വരികയാണ്, നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന നിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. ഫജാഅത്ത് ദമഅത്തുൻ, അല്ലാഹുവേ വഅഹദ ബിയദിഹി അഖിലിൽ ജന്നാ, നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന നിന്റെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ്, നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന നിന്റെ കയ്യിൽ കയറി പിടിക്കുകയാ. ആരാ പിടിക്കുന്നത്? ഉപ്പയല്ല, ഉമ്മയല്ല, ഭാര്യയല്ല, മക്കളല്ല, കൂടപ്പറപ്പല്ല, കുടുംബക്കാരല്ല. മൂന്നാമത്തെ പ്രതിഫലമെന്താ? മൂന്നാമത്തെ പ്രതിഫലമെന്താ? ഖത്റതാനി അഹബ്ബു ഇലല്ലാഹ് ഖത്റതു ദുമൂഇ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ പ്രതിഫലം ആരാണോ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്നത്, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് കരയുന്നത്, ആ കരയുന്നവനെ നരകത്തിൽ കൊണ്ടിടൂല, നരകത്തിന്റെ തീ തൊടൂല. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇതിപ്പോൾ ഒരു ദേഷ്യമുള്ളതുപോലെ, ഉസ്താദ് എന്തപ്പം ഇങ്ങനെ പറഞ്ഞെന്ന് ഞാൻ പിന്നെ എങ്ങനെ പറയണം? നരക വിഷയതായി പോയില്ലേ? വിഷയം ഇതാകുമ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ പറയണം. അതുകൊണ്ടാണ് ഞാൻ ചിരിക്കാത്ത. അള്ളാഹു ചിരിക്കാൻ പാടില്ല എന്നല്ലേ പറയണേ. ശരി, എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചേ. ചങ്ങാതി സദക്കയുടെ കൂലിയ, ഇന്ന് പിരിവൊന്നുമില്ല, അതുകൊണ്ടൊന്ന് ചിരിക്കേ. കൊലച്ചിരി ഇരിക്കാനല്ല പറഞ്ഞ, പുഞ്ചിരിക്കാനാ പറഞ്ഞ. അള്ളാഹു നമ്മുടെ ഈ ചിരി മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്യുമ്പോഴും ഒറ്റയ്ക്ക് എപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കണമെന്നില്ല, എപ്പോഴും ഇങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞത് ദുആ ചെയ്യുമ്പോഴെങ്കിലും കരയാം, ഇല്ലെങ്കിൽ അഭിനയിക്ക്, നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 7 വിഭാഗം ആൾക്കാർ അല്ല വിളിക്കും, വാ ഇനി വാ, എൻ്റെ താഴെ നിൽക്ക്, ഈ അരശൻ്റെ താഴെ തണലുണ്ടോ, വാ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അല്ല വിളിക്കുന്ന VVIPയിൽ ഒരാൾ നീയാ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. 3, അള്ളാഹു ഷഹീദായി മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഷഹീദിന്റെ പ്രതിഫലം എന്താ? ഷഹീദിന്റെ പ്രതിഫലം നമ്മൾ പഠിക്കുന്നവരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ഷഹീദിന്റെ പ്രതിഫലം പറഞ്ഞു കൊടുത്തു. എന്താ ഷഹീദ്? നമുക്കറിയാലോ, ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലൊക്കെ പോരാടി വീര്യമിത്യം ഭരിച്ച ശുഹദാഇന്റെ ബദരീങ്ങളുടെ പ്രതിഫലം നമ്മൾ പറയുന്നവരല്ലേ, മജ്ലിസിനൂറൊക്കെ പാരായണം ചെയ്യുന്നവരല്ലേ. ബദരീങ്ങളുടെ സ്ഥാനം, ബദരീങ്ങളുടെ പ്രതിഫലം എന്താണ്? നമ്മൾ ആ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. പരമനുഷ്യന്മാരെ, അള്ളാഹു ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്താണ് ബദരീങ്ങൾ? അവരുടെ ഒന്നാമത്തെ തുള്ളി രക്തം വീഴുമ്പോൾ തന്നെ അള്ളാഹ് അവരുടെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും പുറത്തു കൊടുത്തു. അതാ ശുഹദാക്കളുടെ പ്രതിഫലം എന്താ? അപ്പോൾ ഒന്നാമത്തെ തുള്ളി രക്തം വീഴുമ്പോൾ തന്നെ അള്ളാഹു അവരുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ പുറത്തു കൊടുക്കും. അള്ളാഹു ഷഹീദായി മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഷഹീദായി മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹം ഉണ്ടാ? എന്ന് കൈപൊക്കിക്കേ. അതിനെങ്കിലും പൊക്കിയല്ലോ, അൽഹംദുലില്ലാ. ഷഹീദായി മരിക്കാന്ന് പറഞ്ഞാൽ വാള് ഊരിയിട്ട് അങ്ങ് പോകാനല്ല, വാള് ഊരി എങ്ങും പോണ്ട. ഇപ്പൊ യുദ്ധമൊന്നും ഇല്ലല്ലോ, ഇപ്പൊ യുദ്ധമൊന്നുമില്ല, വാളെടുത്തിട്ടുള്ള യുദ്ധമല്ല ഇപ്പം, ഇപ്പൊ വാള് കൊണ്ടുള്ള യുദ്ധമല്ല, അതിനേക്കാളും വലിയ യുദ്ധമാണ്. ശത്രുവിനെ കൊല്ലാൻ എളുപ്പമാണ്. ആരോഗ്യവാനായ ഒരു ശത്രുവിന്റെ മുന്നിലേക്ക് കടന്നു എന്ന് യുദ്ധം ചെയ്ത് കൊല്ലാൻ എളുപ്പമാണ്. പക്ഷെ ഇപ്പം നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് സ്വന്തം നഫ്സിനോടാ. അതാ ഏറ്റവും വലിയ യുദ്ധം. നമ്മൾ വിചാരിക്കണം ഇവരൊക്കെ ജിഹാദ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നല്ലോ. ജിഹാദ് എന്താന്ന് ഓൻ ഇതുവരെ തിരിഞ്ഞിട്ടില്ല. സ്വന്തം നിസ്കരിക്കാൻ വേണ്ടി അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു. സുബഹിക്ക് അസ്വലാത്തു ഖൈറും മിനൻ നൗം, സുബഹിക്ക് വിളിക്കത്തില്ലേ? സുബഹി ബാങ്ക് കേൾക്കണവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അല്ലാഹു, സുബഹി ബാങ്ക് നമ്മൾ നിസ്കരിക്കുന്നവരും കേൾക്കാറില്ല, നിസ്കരിക്കുന്നവരും സുബഹി ബാങ്ക് കേൾക്കാറില്ല. കാരണം അലാറം വെച്ചിട്ട് 10 മിനിറ്റ് മുമ്പ് പള്ളിയിൽ പോകുന്നവരാ. ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞ ആ ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ ഇബിലീസ് വന്നിട്ട് ഇങ്ങനെ തടകും. ഉറങ്ങുമോനെ, എഴുന്നേക്കല്ലേടാ എന്ന് പറഞ്ഞ് നിന്നെ ഉറക്കം നേരത്ത്
അവനെ പരാജയപ്പെടുത്തിയിട്ട് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഒതുവെടുത്ത് തണുപ്പത്ത് പള്ളിയിൽ പോയി 2 റക്അത്ത് ജമാഅത്തായി നിസ്കരിക്ക്. അതൊരു ജിഹാദാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതൊരു ജിഹാദല്ലേ? എടാ, ളുഹറിന് പള്ളിയിൽ പോകാൻ എല്ലാവരെ കൊണ്ടും പറ്റും, സുബഹിക്ക് എല്ലാവരെ കൊണ്ടും പറ്റൂല. സുബഹിക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കണം, അതാ ധൈര്യം. അതോ പള്ളിയിൽ പോകുന്ന കാര്യം പറയുമ്പോൾ വയ്യ, സുബഹിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോയി നിസ്കരിക്കു വയ്യ. ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ കൂടുതലാ, അറ്റാക്ക് വരും, ചത്തുപോകും. എഴുന്നേറ്റ് നടക്കാൻ പറയുമ്പോൾ ഭാര്യയും കെട്ടിയവനും കെട്ടുമ്പോഴേയും കൂടെ നടക്കുന്ന കാണാം. എടാ, അല്ല പറഞ്ഞ് നീ 5 നേരം നിസ്കരിക്ക്, പള്ളിയിൽ പോയി നിസ്കരിക്ക്. വണ്ടി പോകണമെന്നല്ല അല്ല പറഞ്ഞേ. നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ നടന്നു പോകാനാ പറഞ്ഞേ. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ ചുവട്ടടിയുടെ പ്രതിഫലം അറിയോ? ആരാപ്പ പള്ളിയുടെ മിഹ്റാബിനകത്ത് വണ്ടി കയറ്റാൻ പോയി നമ്മൾ അവിടെ വരെ കയറ്റും. അങ്ങനത്തെ ആൾക്കാരാ. നടന്ന് പള്ളിയിലേക്ക് പോ. ഒരു ദിവസം ഒരു വക്കത്തെങ്കിലും നടക്ക്. പള്ളിയിലേക്ക് നടന്ന ഡോക്ടർ പറഞ്ഞു, നീ 5 നേരം പള്ളിയിൽ പോയി നിസ്കരിച്ചിരുന്നെങ്കിൽ ഈ കടന്ന് ഓടേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ എന്നോടും ഡോക്ടർ പറഞ്ഞിരിക്കണത് കൊളസ്ട്രോൾ കൂടുതലാ, നടക്കാനാ. എവിടെ നടക്കാനാ? രാവിലെ നമ്മളൊക്കെ ഈ വയല് കഴിഞ്ഞ് പോകുമ്പോൾ ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? ഈ വയസ്സുള്ള ഉപ്പായും ഉമ്മായും കൂടെ അലാറം വെച്ച് വാരി എഴുന്നേക്കും, ഇക്ക എഴുന്നേക്ക് പോണ്ടേന്ന്. ജീവിതത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. ഏത് പെണ്ണിന്? ഒരു ഭാര്യയ്ക്കും ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏത് ഭാര്യയ്ക്കും ഭർത്താവിനും? രാവിലെ സുബഹി നിസ്കരിക്കാതെ ഭർത്താവ് എഴുന്നേറ്റ് ഉളുവെടുക്കാൻ പോയി. ഭാര്യയെ വിളിച്ച് എഴുന്നേക്കാമിന. ആമിന അവിടെ തന്നെ കിടക്കുക. ഉളുവെടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഉളുവെടുത്ത വെള്ളം മുഖത്ത് നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്തിങ്ങനെ കുടഞ്ഞിട്ട് എഴുന്നേക്കാമിന എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുന്ന ഭർത്താവിന്, നിസ്കരിക്കാതെ കിടക്കുന്ന ഭർത്താവിന്റെ മുഖത്ത് വെള്ളം ഒഴിച്ചിട്ട് എഴുന്നേക്ക് നിസ്കരിക്കണ്ടേ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്നാ. അതുകൊണ്ടൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട്, ബ്ലോക്ക് വരും, അറ്റാക്ക് വരും, ചത്തുപോകും. രാവിലെ എഴുന്നേറ്റ് നടക്കണം. അപ്പം അലാറം വെക്കും. അപ്പം അലാറം വെച്ചിട്ട് വിളിക്കാം, വാ എഴുന്നേക്ക്. വയ്യ, എഴുന്നേക്ക്. ഒറ്റയ്ക്ക് പോകണ്ടേ? ഞാനും വരാം. കയ്യിലൊരു കമ്പും പിടിച്ചിട്ടാ നടക്കണം. പട്ടി വന്നതല്ല. പട്ടി വന്ന തല്ലാൻ റോഡിൽ കൂടെ ഭാര്യയും ഭർത്താവും കൂടെ നടക്ക. നിസ്കരിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ നീ എന്നെ രക്ഷപ്പെട്ടേനെ. അല്ല പറഞ്ഞു പോടാന്ന് നീ കേട്ടില്ല. ഇപ്പൊ ഡോക്ടർ പറഞ്ഞപ്പോൾ നിനക്ക് പേടി. എടാ ചങ്ങായി, മരിക്കേണ്ട സമയം എപ്പോഴായാലും മരിക്കും. അതിന് ഒന്നും വേണമെന്നില്ല, അസുഖം വേണമെന്നൊന്നുമില്ല. മരിക്കേണ്ടവൻ എപ്പോഴും. 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞില്ലേ, ഈ പണ്ടുള്ള വാപ്പമാരൊക്കെ എത്ര കൊല്ലം ജീവിച്ച്? പണ്ടുള്ളവർ ചെരുപ്പിടാറില്ല. ചെരുപ്പില്ലാതെ നടക്കണമെന്നാണ് ഇപ്പം ഡോക്ടർമാർ പറയണേ. ഒരാൾ ചെരുപ്പില്ലാതെ നടന്നു കഴിഞ്ഞാൽ രക്തത്തിൻ്റെ സർക്കുലേഷൻ കറക്റ്റ് ആകുന്നു. ചെരുപ്പില്ലാതെ നടക്കണമെന്നാണ്. ചെരുപ്പില്ലാതെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ബ്ലഡ് ഓട്ടമൊക്കെ കറക്റ്റ് ആകും. ഇത് 1400 വർഷം മുമ്പ് മുത്തുനബി പറഞ്ഞല്ലേ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞേ, എന്താ ഞാൻ പറഞ്ഞു വന്നേ? വിഷയം മാറിപ്പോ. എന്താപ്പോ പറഞ്ഞേ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നിസ്കരിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യ്. നിസ്കരിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലമല്ല ഞാൻ പറഞ്ഞത്. അള്ളാഹു നാളെ അറസിന്റെ താഴ്ഭാഗത്ത് നിനക്കൊരു സ്ഥാനം തരും. എന്ത് ചെയ്താ? കരഞ്ഞാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോലീസ് പിടിക്കുമ്പോൾ കരയും, സാറേ. പഞ്ചായത്ത് ഓഫീസിൽ പോയി നിന്നിട്ട് സാറേ എവിടെല്ലാം പോയി നിന്ന് സാറ് വിളിച്ച് കരയുന്നു. അള്ളാടെ മുന്നിൽ കരയടാ. നട്ടല് നേരെ നിൽക്ക്. അള്ളാടെ മുമ്പിൽ കര. അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 3 ഞാൻ പറഞ്ഞു വന്നത് ജിഹാദ്. പള്ളിയിലേക്ക് പോയി നിസ്കരിക്കുന്നത് ജിഹാദാ. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ഒരു പെണ്ണ് പറയുന്നു വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പോടാന്ന് പറഞ്ഞിട്ട് പോകണം. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ തെറ്റിൽ നിന്ന് മാറുന്നത് ജിഹാദാ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ജിഹാദിന്റെ പ്രതിഫലം, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിന് 2 തുള്ളികൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഖത്റതാനി അഹബ്ബു ഇലല്ലാഹ്. 2 തുള്ളികൾ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ. ഒന്നാമത്തെ തുള്ളി ഏതെന്നറിയോ?
അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീര്യമിത്യം വരിച്ച ശുഹദാക്കളുണ്ടല്ലോ. ആ അല്ലാഹുവേ, ശുഹദാക്കളുടെ ശരീരത്തിൽ നിന്ന് താഴെ വീണ രക്തത്തുള്ളിയുണ്ടല്ലോ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു ഏത് രക്തമെന്നറിയോ? അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു നാളെ രാവിലെ ഉഹദിന്റെ രണാങ്കണത്തിൽ പോകാനുള്ളതാ. രാത്രി വന്നിട്ട് കൂട്ടുകാരന്റെ വീട്ടിൽ വന്നു. കൂട്ടുകാരന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ബാ ഇങ്ങി ബാ, ഇറങ്ങി ബാ, അളിയ വാളിയ ഇങ്ങി വാളിയ എന്ന് പറഞ്ഞ് വിളിച്ചിറക്കി. ബാ, എന്നിട്ട് രണ്ടുപേരും കൂടെ പോവാ. രണ്ടുപേരും കൂടെ പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ഒളുവെടുക്കാൻ പറഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു ഒളുവെടുക്കാൻ പറഞ്ഞു. ഒളുവെടുത്തു. രണ്ടുപേരും കൂടെ പോയിട്ട് മുസല്ല വിരിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് മഹാനവറുകൾ പറയുക, ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യും, നീയും ചെയ്യണം. നീ ദുആ ചെയ്യുമ്പോൾ ഞാൻ ആമീൻ പറയും, ഞാൻ ദുആ ചെയ്യുമ്പോൾ നീ ആമീൻ പറയണം. ആത്മാർത്ഥമായിട്ട് വേണം പറയാൻ, നമ്മൾ കൂട്ടുകാരാ. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരം കഴിഞ്ഞിട്ട് കൂട്ടുകാരനോട് പറഞ്ഞു, അളിയ നീ ദുആ ചെയ്. അപ്പോൾ ആ സഹാബി ദുആ ചെയ്തു, പടച്ചോനെ നാളെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുകയാ. അള്ളാഹുവേ, നല്ല ആരോഗ്യവാനായ ഒരു ശത്രുവിനെ എനിക്ക് തരണേ അല്ലാ. എനിക്കവനെ പരാജയപ്പെടുത്തണം, എനിക്കവനെ വധിക്കണം, എനിക്കവനെ കൊല്ലണം. അതുപോലെ പറയാ, പടച്ചവനെ ഇസ്ലാമിൻ്റെ ഒരു ശത്രു, നാളെ രണാങ്കണത്തിൽ ഒരു ശത്രുവിനെ എനിക്ക് കിട്ടണം, എനിക്കവനെ പരാജയപ്പെടുത്തണം, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല ആമീൻ പറഞ്ഞു. ദുആ കഴിഞ്ഞു. മഹാനവറുകൾ പറഞ്ഞു, ഇനി ഞാൻ ചെയ്യും, നീ ആമീൻ പറയണം. എന്താ ചെയ്തതെന്നറിയോ? അല്ലാഹുവേ, നാളെ ഞാൻ യുദ്ധക്കളത്തിൽ പോകും, എനിക്ക് എന്നെക്കാളും ആരോഗ്യമുള്ള ക്രൂരനായ ഒരു എതിരാളിയെ തരണം. അല്ലാഹുവേ, എന്നെക്കാളും ആരോഗ്യമുള്ള ക്രൂരനായ ഒരു നല്ല യോദ്ധാവിനെ എനിക്ക് തരണം. റബ്ബേ, അവൻ എൻ്റെ കൈ വെട്ടിമുറിക്കണേ അല്ലാ, അവൻ എൻ്റെ കാല് വെട്ടിമുറിക്കണേ അല്ലാ. ഈ സഹാബി ദുആ ചെയ്യാ, അവൻ എൻ്റെ കൈ മുറിക്കണം, എൻ്റെ കാല് വെട്ടിമുറിക്കണം, എൻ്റെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കണം, അവൻ എൻ്റെ മൂക്ക് മുറിക്കണം പടച്ചോനെ, എൻ്റെ ചെവി മുറിക്കണം പടച്ചോനെ. ദുആ ചെയ്യാ. എന്നാലേക്ക് മഹാനവറുകൾ ദുആ ചെയ്യുമ്പോൾ സഹാബി ഇരുന്ന് ആമീൻ പറയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉഹദിൻ്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. ഈ സഹാബി ഓടുകയാണ് തൻ്റെ കൂട്ടുകാരൻ്റെ ദുആ അല്ലാഹു സ്വീകരിച്ചോ എന്നറിയാൻ. ഇന്നലെ രാത്രി ദുആ ചെയ്തില്ലേ, ഈ ദുആ സ്വീകരിച്ചോ എന്നറിയാൻ ഓടിച്ചെന്ന് നോക്കുമ്പോ പടച്ചവനെ ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിട്ട് കയ്യും കാലും മുറിച്ചിട്ടുണ്ട്. ആ മരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കിടക്ക, തൂക്കിയിട്ടിരിക്കുക, തൻ്റെ മൂക്കിങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. ചരിത്രം പറയുക, മൂക്കും മുറിച്ചിട്ട് ഇങ്ങനെ കെട്ടിത്തു. അപ്പൊ അവനാ ശത്രു അല്ലേ? അവിടെ നിന്ന് അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ പറയാ, റബ്ബ് നമ്മുടെ ദുആ സ്വീകരിച്ചിട്ടാ, റബ്ബ് നമ്മുടെ ദുആ സ്വീകരിച്ചു, നീ സാക്ഷിയാ. നാളെ അള്ളാഹുടെ മുന്നിൽ പോകുമ്പോൾ അള്ളാഹ് ചോദിക്കും, കയ്യെന്തേ? ദീനിന് വേണ്ടി കൊടുത്ത റബ്ബേ. കാലെന്തേ? ദീനിന് വേണ്ടി കൊടുത്ത റബ്ബേ. എൻ്റെ മൂക്കെന്തേ? ദീനിന് വേണ്ടി കൊടുത്ത റബ്ബേ. നീ സാക്ഷിയാ. എന്നിട്ടാ മഹാനവറുകൾ ഷഹീദായത്. ഞാൻ പറയുന്നത് ഇതാണ്, ഈ സഹാബത്ത്, ഈ ഷഹീദിന്റെ ശരീരത്തിൽ നിന്ന് വീടുന്ന തുള്ളി അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, രണ്ടാമത്തെ തുള്ളിയേതാ? പടച്ചവനേ, ബദരീങ്ങൾ ബദറിന്റെ രണാങ്കണത്തിൽ പടച്ചവനെ ശത്രുക്കളോട് പോരാടി അവരുടെ ശരീരത്തിൽ നിന്ന് വീഴുന്ന രക്തമുണ്ടല്ലോ, ആ രക്തത്തിനോടാണ് അല്ലാഹു രണ്ടാമത്തെ കാര്യത്തെ ഉപമിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഖത്റത്തു ദുമൂഇ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്ന കണ്ണുനീരുണ്ടല്ലോ. പടച്ചവനെ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരുണ്ടല്ലോ, അത് ശുഹദാക്കളുടെ രക്തത്തോടെയാണ് അല്ലാഹു ഉപമിച്ചത്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ തുള്ളിയേതാ? പടച്ചവരെ, ദുആ ചെയ്യുന്ന സമയത്ത് കരയുന്ന കണ്ണുനീരാ.
നിനക്കിതിനെക്കാളും എന്ത് പ്രതിഫലമാ വേണ്ടത്? നിനക്കിതിനെക്കാളും എന്ത് പ്രതിഫലമാ വേണ്ടത്? നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരിനെ അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അത് നിന്നെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടല്ല, നിനക്ക് നഷ്ടങ്ങൾ വരുത്തിയിട്ടല്ല. എന്തിനാ കരയേണ്ടതെന്നറിയോ? പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തെള്ളിവിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. കരയണം ചെറുപ്പക്കാരാ, കരയണം ചെറുപ്പക്കാരാ. ഉപ്പമാരോട് ഉമ്മമാരോട് പറയുകയാ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളിത് പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹു ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഉ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ. നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ചില വാപ്പയും ചില ഉമ്മയും തൻ്റെ മക്കളുമായിട്ട് ചാരുകസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആടൂന്ന. സ്വർഗത്തിൽ ഇങ്ങനെ ഇരുന്ന് ആടും. അപ്പൊ പലരും ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാ ഈ പ്രതിഫലം കിട്ടിയേ? നിങ്ങൾക്ക് എങ്ങനെയാ ഈ പ്രതിഫലം കിട്ടിയേ? നിങ്ങൾ ചിന്തിക്ക്. പണ്ട് ഉസ്താദന്മാരല്ല ദുആ ചെയ്യേണ്ടത്. പണ്ട് നമ്മുടെ വീടുകളിൽ വാപ്പ ദുആ ചെയ്യും. എല്ലാവരെയും വിളിച്ച് വ്യാഴാഴ്ച രാവിലൊക്കെ വിളിച്ചിരുത്തിയിട്ട് യാസീൻ ഓതിപ്പിക്കും. എല്ലാവരും കൂടെ ഇരുന്ന് യാസീൻ ഓതിയിട്ട് ഉപ്പ ദുആ ചെയ്യും. നമ്മൾ പുറകെ ഇരുന്ന് ആമീൻ പറയും, കരയും. വാപ്പ കരയുന്നത് മക്കൾ കാണും, ഉമ്മ കരയുന്നത് മക്കൾ കാണും. മക്കളും മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് കരയും. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് സീരിയൽ കണ്ടിട്ടാ കരയണേ കുടുംബസമേതം. അത് വേറെ. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ടുള്ളവർ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ നേരെയായ. നമ്മളിന്നോ മക്കള്, നമ്മളിതൊക്കെ നമ്മുടെ മക്കൾ കാണണം. നമ്മൾ നന്മ ചെയ്യുന്നത് നമ്മുടെ മക്കൾ കാണണം. കണ്ടിട്ടല്ലേ വളരണ്ടേ? ഈ സദസ്സിലിരിക്കണവർ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ മനസ്സിലാക്കി. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പഠിച്ചവനെ സ്വന്തം അച്ഛനെ അമ്മയെയും ഒരു മോൻ കയറി വെട്ടിക്കൊന്നത് കണ്ടോ? ഇപ്പോൾ ഒരു വെട്ടൊന്നുമല്ല, വെട്ട് കൂടണമെന്നാ. 30-33 വെട്ട് തൻ്റെ ജന്മം കൊടുത്ത അമ്മയെ കയറിയിട്ട് വെട്ടി കൊല്ലുക. അടുത്ത റൂമിൽ കിടന്ന് അച്ഛൻ കരഞ്ഞ പൊളിച്ചു പോയിപ്പോൾ ഓടിപ്പോയിട്ട് അച്ഛനെയും വെട്ടി നുറുക്കി. കീടനാശിനി എടുത്തുകൊണ്ട് വന്ന് ഒഴിച്ചു. വെട്ടി നുറുക്കിയിട്ട് മരണത്തോട് മല്ലടിക്കുന്ന അവരുടെ പച്ച ഇറച്ചിക്കകത്ത് കീടനാശിനി എടുത്ത് ഒഴിക്കുക. മക്കളെ, ഒരുത്തൻ തൻ്റെ അമ്മയെ എടുത്തിട്ട് ഇടിക്കണ ഇടി യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങൾ ചിന്തിക്ക്. ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയി കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഉപ്പുപ്പാനെയും ഉമ്മമാനെയും ബാത്റൂമിൽ പൂട്ടിയിട്ടാ പോയെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. നമ്മുടെ വീട്ടിലും ഉണ്ട്, നമ്മുടെ വീട്ടിലും ഉണ്ട്. നിങ്ങൾ വിചാരിക്കണം നിന്ന് ഇപ്പം പണ്ടൊക്കെ കള്ളു കുടിച്ച മണമുണ്ട്. ഇപ്പം കഞ്ചാവായതുകൊണ്ടൊന്നുമില്ല. ഇപ്പം മണമൊന്നുമില്ല. ഇങ്ങനെ ആടി ആടി കയറി വരും, അങ്ങോട്ട് കിടക്കും. അതാ നമ്മുടെ മക്കളുടെ അവസ്ഥ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതൊക്കെ ഇന്ന് നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കല്ലേ. എന്തുവാ ഈ ചെറുപ്പക്കാരിങ്ങനെ? ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അവസ്ഥ. മക്കളെയൊക്കെ നമ്മൾ വളർത്തേണ്ടത് നല്ലതുപോലെ. അതെങ്ങനെ മക്കളോട് പറഞ്ഞു കൊടുക്കണേ? മക്കളോട് പറയുന്നതറിയോ? ചെറിയ കുട്ടികളോട് ഉമ്മ പറഞ്ഞു കൊടുക്കണ, മോനെ നല്ല പഠിക്കണം, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല ജോലി ഉണ്ടാകണം, നല്ല ഭാവി ഉണ്ടാകണം. പൈസ ഉണ്ടാലേ ജീവിക്കാൻ പറ്റൂ. ആരാ പറഞ്ഞു കൊടുക്കണം? ഉമ്മ. ഉമ്മ തൻ്റെ ചെറിയ മകനോട് പറഞ്ഞു കൊടുക്കുകയാ, പൈസ ഉണ്ടെങ്കിലേ ഈ ദുനിയാവി ജീവിക്കാൻ പറ്റുമെന്ന്. പിന്നെ അവൻ കഞ്ചാവ് കച്ചവടത്തിലല്ല, പിന്നെ എന്ത് കച്ചവടത്തിന് പോകണം? നിന്റെ മകന്റെ ഹൃദയത്തിൻ്റെ അകത്ത് പണത്തിനോടുള്ള ആർത്തി കുത്തിവെച്ചു കൊടുത്തത് മാതാപിതാക്കൾ തന്നെയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ചില മക്കൾ അങ്ങനെ, ചില മക്കളുടെ ചരിത്രം എന്തേ വായിക്കാത്തെ? നിങ്ങൾ ചരിത്രം എടുത്തു നോക്കൂ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസ്സലാം. ഇബ്രാഹിം നബി അലിഹിസ്സലാം 11 വയസ്സുള്ള തൻ്റെ മകൻ്റെ അടുക്കൽ വന്നു. അതാ വാപ്പയും മക്കൾ ഇന്ന് പഠിക്കേണ്ടത്. ഇബ്രാഹിം നബി അലിഹിസ്സലാം ഇസ്മായിൽ എന്ന് പറയുന്ന ചെറിയ കുട്ടി തൻ്റെ പൊന്നുമകൻ വാപ്പാനെ കാണാതിരുന്നിട്ട് കണ്ട സന്തോഷം. ഉപ്പ മോൻ്റെ അടുക്ക പോയിട്ട് ചോദിച്ചു, മോനെ, വാപ്പ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. മോനെ അറുത്തു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുകയാ. എൻ്റെ മോൻ്റെ അഭിപ്രായം എന്താ?
11 വയസ്സുകാരനോട് ഒരു വാപ്പ അഭിപ്രായം ചോദിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഇന്ന് 45 ഉള്ളവനോട് ചോദിക്കത്തില്ലല്ലോ. 11 വയസ്സുകാരനോട് അഭിപ്രായം ചോദിച്ചപ്പോ ആ മകന്റെ മറുപടി കേട്ടിട്ട് ഇബ്രാഹിം നബിയുടെ കണ്ണ് തള്ളിപ്പോയി. അത്ഭുതം, ചരിത്രം പറയുകയാ. ഇബ്രാഹിം നബി ചോദിച്ചു, മോനെ, നിന്നെ അറുത്തു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താ? ഇഫ്അൽ മാ തുഉമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. അതാ മക്കള്, അതാണ് മക്കള്. വാപ്പ അല്ല പറയുന്നത് അനുസരിക്ക്. അറുത്തു കൊടുക്കാൻ പറഞ്ഞാൽ അറുത്തു കൊടുക്കണം. നിങ്ങൾ നോക്ക്, ഇസ്മായിൽ നബി അറക്കാൻ വേണ്ടി ഇബ്രാഹിം നബി കൊണ്ടുപോകുമ്പോൾ ഇസ്മായിൽ നബി വാപ്പാനോട് പറയുക, അറക്കണ സമയത്ത് തല തിരിച്ചു വെച്ചിട്ട് അറക്കണം കേട്ടോ. വാപ്പ അറക്കണ സമയത്ത് തല തിരിച്ചു വെച്ചിട്ട് അറക്കണം. അതെന്തേടാ? ഉപ്പായിക്ക് എൻ്റെ മുഖം കണ്ട് അറക്കാൻ പറ്റൂല. ഉപ്പായിക്ക് എന്നോട് സ്നേഹമല്ലേ, എൻ്റെ മുഖം കണ്ടാ വാപ്പാൻ അറക്കാൻ പറ്റൂല. അതുകൊണ്ട് തല തിരിച്ചു വെക്കണം. മോൻ തന്നെ വാപ്പാനോട് പറയുന്ന കയ്യും കാലും കെട്ടണേ. എൻ്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് വേണം അറക്കാൻ. അതെന്തേ മോനെ? ഉപ്പ അറക്കുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ കൈകാലിട്ടടിച്ച ഉപ്പാടെ കൈ വിറയ്ക്കും. ഉപ്പാ, ഈ വസ്ത്രം ഊരണം കേട്ടാ, ഈ പുതിയ ഉടുപ്പ് ഊരണം. അതെന്തേ മോനെ? ഉമ്മ കുളിപ്പിച്ചിട്ടതല്ലേ, ഇതിനകത്ത് എൻ്റെ രക്തം പറ്റിയ ഉമ്മയ്ക്ക് സഹിക്കൂലല്ലോ, അതുകൊണ്ട് ഉടുപ്പ് ഊരിയിട്ടിട്ട് വേണം അറക്കാൻ. 4മതായിട്ട് ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയോട് പറയുന്നു, വാപ്പ തിരിച്ചു പോകുമ്പോൾ ഉമ്മ ചോദിക്കും ഞാൻ എന്തേന്ന്. എന്നെ കുളിപ്പിച്ചൊരുക്കി വിട്ട എൻ്റെ ഉമ്മ ഹാജറ ബീബി റളിയല്ലാഹു തആല ചോദിക്കും ഞാൻ എന്തേന്ന്. സ്വർഗത്തിൽ വെച്ച് കാണാന്ന് പറയണം. ഞാൻ സലാം പറഞ്ഞെന്ന് പറഞ്ഞേക്കാൻ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ തെരുമാറാകട്ടെ. പള്ളിയുടെ മുന്നിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വീടി വലിക്കുക. പള്ളിയുടെ മുമ്പിൽ നിന്ന് പരസ്യമായിട്ട് വീടി വലിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ മോൻ പള്ളിയുടെ മുന്നിൽ നിന്ന് വീടി വലിക്കുന്നുണ്ട്, അവനോടൊന്ന് പറയണം മാറി നിന്ന് വലിക്കാൻ. പള്ളിയുടെ മുമ്പിൽ നിന്ന് ഇത്ര പരസ്യമായിട്ട് വീടി വലിക്കരുത്, അവനെ നിങ്ങളൊന്ന് ഉപദേശിക്കണം. വാപ്പാനോട് പറയണേ, അവനെ നിങ്ങളൊന്ന് ഉപദേശിക്കണം, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നൊന്ന് വലിക്കാൻ. അപ്പൊ ഈ വാപ്പ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിങ്ങൾ അവനോട് പറ എൻ്റെ മുന്നിൽ ഇരുന്ന് വലിക്കല്ലേ എന്ന്. അവൻ വാപ്പാടെ മുമ്പിൽ ഇരുന്ന് വീടി വലിക്കുന്നവനാ. ഇതാ ഇന്നത്തെ അവസ്ഥ. ചില മക്കൾ അങ്ങനെ. മഹാനായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിക്കേണ്ടത് പണ്ടുള്ള കുട്ടികൾ അങ്ങനായിരുന്നു. മാതാപിതാക്കളെ കണ്ടാ പഠിപ്പിക്കണേ. ഇന്ന് ഇരിക്കണ വാപ്പായ്ക്ക് മോൻ്റെ അടുക്ക പോയിട്ട് പള്ളിയിൽ പോടാ എന്ന് പറയാനുള്ള അധികാരമില്ല. ഈ ഇരിക്കണ ഉപ്പമാർക്ക് വീട്ടിൽ ചെന്നിട്ട് മക്കളോട്, കൊച്ചുമക്കളോട് പള്ളിയിൽ പോടാ എന്ന് പറയാൻ അധികാരമില്ല. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. അങ്ങനല്ലേ? അങ്ങനാണോ? പറ മനുഷ്യന്മാരങ്ങനാണോ? നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവക്കിക്കേ. ഒന്ന് പൊക്കറോ, കണ്ടിട്ട് മരിക്കാനുള്ള കൊതിയുണ്ടാ? അള്ളാഹു ഈ കൈവക്കിയവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഈ കൈവക്കാത്തവരുടെ മക്കൾ 5 നേരം നിസ്കരിക്കുന്നവരാണോ? അല്ല. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കളോട് നിസ്കരിക്കാൻ പോകാൻ പറയുമ്പോൾ മക്കൾ പറയും ആദ്യം വാപ്പ ഒന്ന് പോ പള്ളിയിൽ, നിങ്ങളൊന്ന് പോയി കാണീരാദ്യം. അതാ ഞാൻ പറഞ്ഞു വന്നത്. മക്കളെ വളർത്തേണ്ടത് അങ്ങനെയാ. ഇബ്രാഹിം നബി എങ്ങനെ ഇസ്മായിൽ നബിയെ വളർത്തിയത്? മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയോ? യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്ക്. പിതാവ് നോക്കുമ്പോൾ പ്രായമായ കാലത്തൊരു മോനെ കിട്ടണേ. തൻ്റെ മോനെ കാണുന്നില്ല ഒരു രാത്രി. തൻ്റെ പൊന്നുമകനെ ഒരു രാത്രി കാണുന്നില്ല. അള്ളാഹുവെ, മകനെ തെരഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നിട്ട് ഉപ്പ തൻ്റെ മോനെ കാണുന്നില്ല. അവസാനം ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ദുആ ചെയ്തു, അല്ലാ, വയസ്സാം കാലത്ത് കിട്ടിയതാ അല്ലാ എൻ്റെ മോനെ, എനിക്ക് വേണം പടച്ചവനെ, എനിക്ക് ഓനെ തിരിച്ചു തരണം പടച്ചവനെ. അവസാനം ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ നിന്ന് ദുആ ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോ ഒരു തേങ്ങല് കേൾക്കുകയാ. അള്ളാഹുവേ പടച്ചവനെ, കരച്ചില് കേൾക്കണ ഭാഗത്തേക്ക് ചെന്നപ്പോ പള്ളിപ്പറമ്പിലെ ഒരു കബറിനകത്തിരുന്ന കരയണേ. വാപ്പ ചെന്ന് നോക്കുമ്പോ തൻ്റെ പൊന്നുമകൻ യഹ്യാ നബി അലൈഹിസ്സലാം കബറിനകത്തിരുന്ന് കരയാ. വാപ്പച്ചി ചോദിച്ചു, എന്തിനാ മോനെ ഇവിടെ ഇരുന്ന് കരയണേ? ഇവിടെ വന്ന് കിടക്കേണ്ടതല്ലേ വാപ്പ? 55 വയസ്സുകാരനല്ല, 11 വയസ്സിന്റെ താഴെ പ്രായമുള്ള യഹ്യാ നബി അലൈഹിസ്സലാം കബറിനകത്തിരുന്ന് കരഞ്ഞിട്ട് പറയണേ, എന്തിനാ മോനെ കരയണേ? ഇതിനകത്ത് വന്ന് കബറ് കുഴിക്കണവനാ ബോധമില്ലല്ലോ. നമുക്കൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെയാ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കണ്ണുനീർ,
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട 2 തുള്ളികളുണ്ട്. ആ 2 തുള്ളികളിൽ രണ്ടാമത്തെ തുള്ളി ഏതെന്നറിയുമോ? അത് അള്ളാഹുവേ, അത് നീ കരഞ്ഞ കണ്ണുനീരാ. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, അള്ളാന്റെ ശിക്ഷകളെ ഓർത്തിട്ട് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീര് അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ്. അത് ശുഹദാഇന്റെ രക്തത്തോട് ഉപമിക്കുകയാണ്. അത് ശുഹദാഇന്റെ രക്തത്തോളം ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ. സയ്യിദ് ശുഹദാഇ ഹംസ തന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ, തന്റെ കരളം കൂമ്പും വരെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത ഹംസ റളിയല്ലാഹു തആല അൻഹു, ആ ശുഹദാക്കളുടെ രക്തത്തോടാണ് അള്ളാഹു ഉപമിച്ചത്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുക, അത് എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല, അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് കൈ ഉയർത്താൻ പറഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന ആയിരക്കണക്കിന് പേരിൽ ചിലര് മാത്രമേ പൊക്കിയുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവേ, നിങ്ങൾക്ക് റബ്ബ് തരുന്ന 3ാമത്തെ പ്രതിഫലമെന്ത്? റസൂലുള്ളാഹി പറയുകയാണ്, ശുഹദാഇന്റെ രക്തത്തോളം നിന്റെ കണ്ണുനീരിന് മഹത്വമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, 4ാമത്തെ കാര്യമെന്താ? 4ാമത്തെ കാര്യമെന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒമ്പതേ കാലായി. ഒരു 10 മിനിറ്റ്, കുറച്ചേരം കൂടി ഇരുന്നൂടെ? 10 മണി 9:30 നിർത്തണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പം ചവിട്ടിയാലേ 9:30 നിൽക്കും. അഥവാ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കുറച്ചേരം കൂടി ഇരിക്കുമോ? പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കിക്ക്. ഇവിടെ പിരിവില്ലേ ഉസ്താദേ? പിരിവൊന്നുമില്ലേ? രക്ഷപ്പെട്ടുപ്പാ, രക്ഷപ്പെട്ടു അൽഹംദുലില്ലാ. കുറേ നാളുകൾക്ക് ശേഷമാണ് പിരിവില്ലാത്തൊരു വയത്. പിരിവില്ലാത്ത ഒരു വയത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ്. എവിടെയോ 2 സ്ഥലത്ത് മാത്രമേ പിരിവില്ലാത്ത വയലുള്ളൂ. ഒന്ന് ഞങ്ങളുടെ നാട്ടിൽ കടുവാപ്പള്ളി എന്ന് പറയും, അവിടെ പിരിവില്ല. പിന്നെ വേറെ എവിടെയോ പോയപ്പോൾ സാധാരണ വയതിന് പോകുമ്പോൾ പിരിവിൻ്റെ കാര്യം പറയാറുണ്ട്. അതൊരു നല്ലതാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 4ാമത്തെ കാര്യം, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നി റഅയ്തുൽ ബാരിഹ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, കരയാൻ പറയുമ്പോ മടി കാണിക്കുന്നവര്, മനസ്സില്ലാത്തവര്, നീ നിന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിന്റെ വില നിനക്കറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെ നിന്നൊരു സംഭവം വിവരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്നൊരു രംഗം ഇങ്ങനെ വിവരിക്കുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു മനുഷ്യനെ കൊണ്ടുപോവുകയാ. റഅയ്തു റജുലൻ മിൻ ഉമ്മതി ഖദ് ഉൽഖിയ ഫിന്നാർ. നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി എന്റെ ഉമ്മത്തിലെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോവുകയാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയാ മലക്കുകൾ കൊണ്ടുപോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ സഹായിക്കാനുള്ളത്? ആരാണ് രക്ഷപ്പെടുത്താനുള്ളത്? നാളെ അള്ളാന്റെ കോടതിയിൽ ആരാ ഉള്ളത്? ആയിഷാ ബീവി റളിയല്ലാഹു തആല ഒരിക്കൽ വീടിനകത്ത് കിടന്ന് കരയുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയിലിരുന്ന് നരകത്തെ കുറിച്ച് പറഞ്ഞിട്ട് പ്രസംഗിക്കുകയാണ്. വീട്ടിലേക്ക് ചെന്നപ്പോ ആയിഷാ ബീവി കരഞ്ഞ് തളർന്നു കിടക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അടുത്തു ചെന്നു. ആയിഷാ ബീവിയുടെ തലയെടുത്തു മടിയിൽ വെച്ചു. എന്നിട്ട് കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണ്. എന്തു പറ്റി ആയിഷ? നരകത്തെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ, പരലോകത്തെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ കരഞ്ഞതാ നബിയേ, പേടിച്ചിട്ട് കരഞ്ഞതാ നബിയേ. കരയുന്ന ഭാര്യയുടെ കണ്ണുനീർ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് തുടച്ചു കൊടുക്കുകയാണ്. നബിയേ, എന്നോട് സ്നേഹമുണ്ടോ നബിയേ? ആയിഷാ ബീവി ചോദിച്ച്, എന്നോട് സ്നേഹമുണ്ടോ നബിയേ? എനിക്ക് വല്ലാത്ത സ്നേഹമായി ആയിഷ തളർന്നു കിടക്കുകയാണ്. കരഞ്ഞ് കരഞ്ഞ് തളർന്നു കിടക്കുന്ന ഭാര്യ ഒന്ന് ചിരിപ്പിക്കാൻ കണ്ണുനീര് തുടച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ, വല്ലാത്ത സ്നേഹമാണ് ആയിഷ.
ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെ നിന്ന് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, നാളെ പരലോകത്ത് കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം എന്നോട് കാണുമോ നബിയേ? ഈ സ്നേഹം എന്നോട് കാണുമോ നബിയേ? എന്നെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകുവോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി പറയുകയാണ്, നാളെ അള്ളാന്റെ കോടതിയിൽ കടന്നു വരുമ്പോ ഈ സ്നേഹം എന്നോട് കാണിക്കുവോ? എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവോ? റസൂലുള്ള കരയുകയാ. അള്ളാന്റെ റസൂലിന്റെ മുഖമങ്ങ് വാടി, അള്ളാന്റെ റസൂലിന്റെ മുഖമങ്ങ് വാടി. എന്നിട്ട് പ്രവാചകൻ കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ആയിഷ, സലാസത്തുന് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട് ആയിഷ. 3 സ്ഥലങ്ങൾ നാളെ അല്ലാഹുവിന്റെ കോടതിയിലുണ്ട്. ലാ യദ്കുറു അഹദുൻ അഹദാ. ആ 3 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യന് ചെന്നു കഴിഞ്ഞാൽ അവനെ മറ്റൊരാളും സഹായിക്കില്ല ആയിഷ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു ചെന്നാൽ പിന്നെ ആരുമില്ലല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിന്റെ മാതാപിതാക്കളോ, നിന്റെ ഭാര്യയോ, നിന്റെ മക്കളോ, നിന്റെ കൂടപ്പറപ്പോ, നിന്റെ കുടുംബക്കാരോ കണ്ട പരിചയം കാണിക്കാത്ത ഒരു ദിവസം വരാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സ്നേഹിച്ച് കൊണ്ടു നടക്കുന്ന മക്കള് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് അല്ലാഹുവിന്റെ ഭയാനകമായ അദാബ് കൊണ്ട് നിറച്ച നരകത്തെ കൊണ്ടുവരുന്നത് കാണുമ്പോ മക്കള് പറയുന്നു, അല്ലാ, എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്കിതാ അല്ലാ, എന്റെ ഉപ്പയുടെ നന്മ എടുത്ത് എനിക്കിതാ റബ്ബേ, എന്റെ പാപം എന്റെ ഉപ്പയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ ഉപ്പാന നരകത്തിൽ വലിച്ചെറിഞ്ഞോ, എനിക്ക് സ്വർഗം തരണേ അല്ലാ എന്ന് മക്കള് പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. 9.5 മാസക്കാല ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച നിന്റെ പൊന്നാര മക്കള് നാളെ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ, എന്റെ ഉമ്മാനവൊന്നും മലത്തിക്കടത്തിത്താ അല്ലാ, എന്റെ ഉമ്മാനവൊന്നും മലത്തിക്കടത്തിത്താ അല്ലാ, എന്റെ കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ ഉമ്മാടെ നെഞ്ചത്ത് കയറി ഞാനെന്ന് നിൽക്കട്ടെ റബ്ബേ എന്നും മക്കള് പറയുന്ന ഒരു ദിനം വരാനുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, അല്ലാഹുവിന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട്. അവിടെ ചെന്നാ ഒരാളും ഒരാളെ സഹായിക്കില്ല. അങ്ങനത്തെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുകയാണ്. കൈപൊക്കിയവർക്ക് കിട്ടുന്ന പ്രതിഫലം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. കൈപൊക്കാൻ മടിച്ചവരെ നീ കരയും സഹോദരാ. നിന്നെ കൊണ്ട് പടച്ചവനെ ചെയ്തില്ലല്ലോ എന്ന് നിനക്ക് സങ്കടം വരുന്ന രംഗമാണ്. നാളെ നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ഒരാളും നിന്നെ സഹായിക്കാനില്ലാതെ അല്ലാഹു പറയുന്നു, ഖുദൂ ഫഉല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ. റബ്ബേ, നരകത്തിന്റെ മലക്കുകൾ കടന്നു വരികയാണ്, കൊണ്ടുപോവുകയാണ്. നരകത്തിന്റെ മലക്കുകൾ കടന്നു വന്നിട്ട് ചങ്ങലയിൽ കെട്ടിയിട്ട് നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാ. അല്ലാഹുവിന്റെ നരകത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുമ്പോ റസൂലുള്ളാഹി പറയുകയാ, റഅയ്തു റജുലൻ മിൻ ഉമ്മത്തി ഖദ് ഉൽഖിയ ഫിന്നാർ. നരകത്തിലേക്ക് നിന്നെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അതാ വരികയാ, ഫജാഅത്ത് ദമഅത്തുൻ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നീ കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, നീ കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, നീ കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, ദുആ ചെയ്യുന്ന സമയത്ത് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീരിങ്ങനെ ഇറങ്ങി വരികയാ.
എങ്ങനെ കരഞ്ഞ കണ്ണുനീരെന്നറിയോ? എങ്ങനെ കരഞ്ഞ കണ്ണുനീരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യുന്ന സമയത്ത് നരകത്തിന്റെ തീയെക്കുറിച്ച് പറഞ്ഞപ്പോ, ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോ, മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോ, അള്ളാന്റെ അദാബിനെ കുറിച്ച് പറഞ്ഞപ്പോ കരഞ്ഞില്ല സഹോദരാ, കരഞ്ഞില്ല സഹോദരാ. ഇങ്ങനെ ദുആ ചെയ്യുന്ന സമയം നിന്റെ കണ്ണൊന്ന് നനഞ്ഞു, നിന്റെ കണ്ണൊന്ന് നനഞ്ഞു. ആ കണ്ണുനീര് കൊണ്ട് നിന്റെ കൺപീലിയിൽ ഒരേ ഒരു രോമം നനഞ്ഞു, ഒരേ ഒരു രോമം നനഞ്ഞു. ചരിത്രം രണ്ടെണ്ണമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു കണ്ണുനീര്, ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണാ, ഈ കണ്ണുനീര് അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവേ ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ ഈ കണ്ണുനീര് നാളെ പരലോകത്ത് കടന്നു വരികയാണ്, നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന നിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. ഫജാഅത്ത് ദമഅത്തുൻ, അല്ലാഹുവേ വഅഹദ ബിയദിഹി അഖിലിൽ ജന്നാ. നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന നിന്റെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ്, നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന നിന്റെ കയ്യിൽ കയറി പിടിക്കുകയാ. ആരാ പിടിക്കുന്നത്? ഉപ്പയല്ല, ഉമ്മയല്ല, ഭാര്യയല്ല, മക്കളല്ല, കൂടപ്പുറപ്പല്ല, കുടുംബക്കാരല്ല, കൂട്ടുകാരല്ല. ദുആ ചെയ്യുന്ന സമയത്ത് നിന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീരുണ്ടല്ലോ, അത് നിന്റെ കയ്യിൽ പിടിക്കുകയാ. ഇല്ല റബ്ബേ, ഇല്ല റബ്ബേ, വിടില്ല റബ്ബേ, ഇവനെ നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നിന്റെ കണ്ണിൽ നിന്ന് വീടുന്ന ഒരു കണ്ണുനീര് മതി, ഒരു തുള്ളി കണ്ണുനീര് മതി. നാളെ നിന്നെ ആരൊക്കെ മറന്നാൽ, നിന്റെ ഉപ്പ മറന്നാൽ, നിന്റെ ഉമ്മ മറന്നാൽ, നിന്റെ മക്കള് മറന്നാൽ, നിന്റെ കൂടെ കിടന്നവർ മറന്നാൽ, ആ കണ്ണുനീരും മറക്കൂല. അതുകൊണ്ടാ റസൂലുള്ള കരഞ്ഞത്, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഒറ്റായത്ത് കേട്ടപ്പോ, സൂറത്തുൽ ആൽ ഇംറാനിലെ ഒരായത്ത് കേട്ടപ്പോ, നാളെ ഓരോ പ്രവാചകന്മാരെയും അവരുടെ സമുദായത്തിന്റെ സാക്ഷിയായി കൊണ്ടുവരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ റസൂലുള്ള കരഞ്ഞത് അതുകൊണ്ടാ. മുത്തുനബിയുടെ മുടി നരച്ചു പോയത് ഖുർആനിന്റെ ആയത്തിറങ്ങിയപ്പോഴാ. മുൻഗാമികൾ അബൂബക്കർ തങ്ങള് അവിടെ നിന്ന് പറഞ്ഞല്ലോ, അല്ലാ ഒരു പുല്ലായാ മതിയായിരുന്നു റബ്ബേ, ഒരു പുല്ലായാ മതിയായിരുന്നു റബ്ബേ എന്ന് കരഞ്ഞത് പരലോകത്തെ കുറിച്ച് ഓർത്തിട്ടാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആരും കാണാതെ വീടിനകത്ത് കയറിയിരുന്നിട്ട് പാതിരാത്രിയിൽ ചാട്ടവാറ് കൊണ്ട് തന്റെ ശരീരത്തിലേക്ക് തല്ലുകയാ. ഹസിബൂ ഖബില അൻ തുഹാസബൂ. അല്ലാഹുവേ നീ അങ്ങനെ ചെയ്തല്ലോ, നീ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ തങ്ങളെ ചാട്ടവാറ് കൊണ്ട് തല്ലുകയാണ്. ഉമർ തങ്ങളുടെ ജനാസ കണ്ടപ്പോ, ജനാസ പൊതിയുന്നവര് കണ്ടു, ചാട്ടവാറ് കൊണ്ട് തല്ലിയതിന്റെ അടയാളമുണ്ടായിരുന്നു. ഉമർ തങ്ങളുടെ മുഖത്തിങ്ങനെ അടയാളമുണ്ടായിരുന്നു, കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊഴുകിയതിന്റെ അടയാളം, പാടുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ, ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ ഖബർ കണ്ടാ കരയുകയാ. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. കാരണമെന്ത്? സഹാബത്ത് പോലും ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ കരയാനുള്ള കാരണമെന്താ? വേറെ എന്തു പറഞ്ഞാലും ഇങ്ങനെ കരയാറില്ലല്ലോ, എന്തിനാ ഖബർ കാണുമ്പോ ഇങ്ങനെ കരയുന്നത്? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന,
റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സുമാന. അല്ലാഹുവേ, ഖബറിനെ കുറിച്ച് പറയുമ്പോഴേ പേടിക്കണം സഹോദരാ. ഖബർ കണ്ടാ കരയടേ. ഇന്ന് വയതിന് വന്നവരധികം പേരും ഖബർ കണ്ടിട്ട് വന്നവരല്ലേ. ഞാനും ഖബറിന്റെ ചാരത്ത്, ഉസ്താദിന്റെ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ടാ കടന്നു വരുന്നത്. നമുക്ക് പേടിയില്ലല്ലോ, നമുക്ക് പേടിയില്ലല്ലോ. നമ്മളും ഇതുപോലെ പോയി കിടക്കേണ്ടവരല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അബൂദർ റളിയല്ലാഹു തആല കടന്നു വന്നു.